4 മണിക്ക് ചായ ഇല്ലാതെ ഒരു ഇറങ്ങൂല ഒന്നും. ജമീല, എടി ജമീല. ആ വിളി തുടങ്ങി പണ്ടാറം. വയ്യാതെ കെടുക്കാണെങ്കിലും മനസ്സിനൊരു സ്വസ്ഥത തരൂല. കിടന്ന് വിളിക്കും. നിങ്ങളല്ലമ്മ ഇപ്പാ വിളിക്കണത്. തമ്പുരാട്ടി വന്നാ എന്താടി അണക്കൊന്നാണ്ട് പോയി നോക്കി എന്തേലും വരുവോ? ഇന്നല്ലല്ലോ വിളിച്ചത്, നിങ്ങളല്ലേ? ഇക്കിപ്പേ സൗകര്യം ഇല്ല പോയോക്കാന്. അണക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നാൽ പോയോക്കിക്കോ. നിങ്ങളോടൊക്കെ പറയാമെന്ന് ഇന്നെ വേണം തല്ലാനി. ഇല്ലാത്തൊരു സാധനം തന്നെയാണ്. ഒരു വാപ്പിയോളൂ മിസന്മാര് എന്ന് തുടങ്ങി കഷ്ടപ്പാടാണിത്. ഇങ്ങനെ വെജാതെ ഇങ്ങനെ കിടന്നാ മതിയല്ലോ, ഞാൻ ഉണ്ടല്ലോ നോക്കാന്. എന്തിനാ ഇന്നിങ്ങനെ ഇട്ടിട്ട് ഇടങ്ങറാക്കണാവും. മനസമാധാനം തരാതെ ഒരു വാപ്പിയും മകളും. ഈ ചെങ്ങായി കാരണം മനുഷ്യന്മാർക്ക് പെരണ്ടൊന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എവിടേക്കെങ്കിലും ഒരു കല്യാണത്തിനോ എന്തെങ്കിലും ഒരു പരിപാടിക്കോ ഇവിടുന്ന് ഇറങ്ങാൻ വെച്ച ഈ ചെങ്ങായി ഇങ്ങനെ കെടുക്കുന്ന കാരണം. എന്തൊരു ഇടങ്ങറാണിത്. ഞാൻ മാത്രം ഈ പെരന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്ക, ഇയാളി നോക്കിങ്ങാണ്ട്. വേഗം ഇവിടുന്ന് ഇട്ടെറിഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഇട്ടെറിഞ്ഞ് പോയി എന്നുള്ള ഇതേക്കാരം കേൾക്ക. അതുകൊണ്ടാണ് മനുഷ്യന്മാരിങ്ങനെ നിക്കണത്. അല്ലെങ്കിൽ എപ്പോഴും ഇവിടുന്ന് പോയിട്ടുണ്ടാവും. ആൾക്കാര് പറയില്ലേ വിചാരിച്ചിട്ടാ. എന്തപ്പോ വിളിച്ചു നിങ്ങൾ ഉമ്മാനെ? ഞാൻ ആ ഗുളിക എടുത്തരാൻ വേണ്ടി വിളിച്ചതേന്ന്. നിങ്ങക്ക് എന്നെ വിളിച്ചൂടായിന്നപ്പാ. ഈ പഠിക്കേക്കാരം വിചാരിച്ചു. ഇതിൽ ഏത് ഗുളികയാണ്? ഇതോ? അതന്നെ. ഞാൻ അടുത്ത് തരുമല്ലോ നിങ്ങക്ക്. നിങ്ങൾ എന്തിനാ ഉമ്മാനെ വിളിക്കാൻ നിക്കണം? ഉമ്മാന്റെ സ്വഭാവം നിങ്ങക്ക് നന്നായിട്ട് അറിയണല്ലേ. എന്താ ചെയ്യാ? സാരില്ല, അപ്പൊ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവൂട്ടാ. അപ്പൊക്ക് ഞാനില്ലേ അമ്മ ഇല്ലെങ്കിലും. ഇതാ ഇനി എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ ഇന്നെ വിളിച്ചാ മതിട്ടാ. ഇനി ഉമ്മാനെ വിളിക്കാൻ നിക്കണ്ട, ഞാൻ അപ്പുറത്തുണ്ടാവും. പെണ്ണ് എവിടെയാണ്? ഔത്താ തോന്നുന്നുണ്ടല്ലേ. ഇന്നതൊക്കെ പോയി. ആർക്കോ നല്ല ഫോൺ വിളിയിലാണല്ലോ. കൊറേ ദിവസമായിക്കണം തുടങ്ങിയിട്ട്. ആരെങ്ങൾക്ക് വിളിക്കണത്? അതെ, എന്റെ കൂട്ടുകാരത്തേന്ന് കല്യാണം പറയാൻ വേണ്ടിട്ട് വിളിച്ചതേന്ന്. കൂട്ടുകാരത്തി ഞാൻ പിടിക്കും. കൊറേ ദിവസമായല്ലോ തുടങ്ങിയിട്ടിത്. അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. ഫോണിപ്പോ എവിടെ കൊണ്ടുവച്ച്? എന്തിനാടി എന്റെ തന്ത വിളിച്ചിരുന്നത് തന്നെ? ഇങ്ങക്ക് പോയൊക്കെ സൗകര്യം ഉണ്ടായിട്ടില്ലല്ലോ, അപ്പൊക്ക് പറയാനും സൗകര്യം ഇല്ല.
ഓളൊരു വാപ്പക്കാരിക്ക് വന്നിക്കുന്നു. ഈ കറിയും വേണ്ട തന്തന്റെ കാര്യം, ജിന്നോട് പറയും വേണ്ട. ഒന്നും ചോദിക്കാൻ പറ്റൂല തമ്പുരാട്ടിനോട്, വാപ്പാനെ പറ്റിട്ടൊന്നും പറയാനും പറ്റൂല. ഓളൊരു വാപ്പി. എന്തായാലും തിരുമ്പാൻ പോവല്ലേ, പോക്കൊന്നും മെസ്സേജ് അയച്ചിട്ട് പോവല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ നേരത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആകെ കൂടും. പെണ്ണിനെ പാത്തും പതിഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ വെച്ച, പക്ഷെ എന്നതൊക്കെ ഒന്ന് തീരണം. പിന്നെ ഞാൻ തിരുമ്പാൻ പോവാണ്. എന്റെ ഫോൺ ആരെങ്കിലും അടിക്കാന്നുണ്ടെങ്കിൽ നിന്റെ അടുത്താണ് കൊടുന്നേരുണ്ട്, നീ എടുക്കാൻ നിക്കണ്ട. ഞാൻ കൊടുന്നേരാം. ഇപ്പൊ കൊടുന്നേരും കാത്തിരുന്നു. അപ്പൊ ഇതാണപ്പൊ പണി. നോനുണ്ട് തള്ളക്ക് ഈ വയസ്സാം കാലത്ത് ഓരോരോ കാട്ടി കൂട്ടല്. കാണിച്ചരാ, ഇത് അധിക കാലൊന്നും പോവാനൊന്നേ എന്തായാലും ഞാൻ സമ്മതിക്കൂല. നാളും മാനില്ലാത്തൊരു സാധനങ്ങൾ. പിന്നെ ഞാൻ എന്താ ചെയ്യണെന്നുള്ളത് നോക്കി നടന്നാ മതി. തിരുമ്പിയതൊന്നും ഒരു പണി പെണ്ണെടുക്ക, തിരുമ്പിയതെങ്കിലും എടുത്ത് വെച്ചൂടെ, അതും ചെയ്യൂല. ഈ പെരന്റെ ഉള്ളിൽ ഒരു സാധനം ഇല്ല. നിങ്ങൾക്ക് ഇങ്ങനെ ചത്ത ചാവം കൊടുക്കും പോലെ ഇങ്ങനെ കിടന്നാ മതി, ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. മനുഷ്യന്മാരെങ്ങനെ അടങ്ങാറാക്കാൻ വേണ്ടിട്ട് പടച്ചോൻക്കും വേണ്ട നിങ്ങളെ. എന്ത് തെറ്റാടി ഞാൻ എന്നോട് ചെയ്തത്? നിങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ചെയ്തോക്കെ ഇപ്പൊ ഞാനല്ലേ. ഇക്കന്നെയാണല്ലോ ഇപ്പൊ ഈ ഒരു അടങ്ങറ് വന്നത്. നിങ്ങൾ കാരണം മനുഷ്യന്മാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വെച്ച. നിങ്ങളും ഒരു മകളും എന്റെ ജീവിതം ഇങ്ങനെ ഇല്ലാതാവട്ടെ. ഒരു പെര കയറ്റി തന്നിക്കണെന്ന് വിചാരിച്ചിട്ടേ എല്ലതും ആയിന്നൊന്നും വിചാരിക്കണ്ട. എന്തിനാ ഇമ്മ പാവത്തിന് എങ്ങനെ പറയണത്? അത് ഇത്രയും കാലം നയിച്ചിട്ടല്ലേ ഞമ്മളും കൂടി ജയിച്ചിരുന്നത്. അതിന്റെ ഒരു അധ്വാനാണ് ഈ വീട്. ആവും ഇല്ലാന്നുണ്ടെങ്കിൽ തെരുവൊക്കെ ഇറങ്ങായിരുന്നു. എന്നിട്ടും ആ പാവത്തിന് ഇങ്ങനെ പറയണതേ ഭയങ്കര കഷ്ടം തന്നെയാണ്. എനിക്കൊന്ന് പൂടി എന്റെ ഒരു വാപ്പസിനെ ഉജ്ജു. നിങ്ങളോടൊക്കെ പടച്ചോൻ ചോദിച്ചോളൂ. നിങ്ങള് ഏൽപ്പിച്ചതേക്കാരല്ലോ ഓളെ. ഞാൻ എന്തേലും പറയുമ്പോത്തിനും ഓളിന്റെ നേരെ കേട് വരാനി അല്ലേ. കിടന്ന് മണ്ടി പായാനൊക്കെ ഞാൻ വേണം. മനുഷ്യന്മാരുടെ ഇങ്ങനെ ഇടങ്ങറാക്കുന്നു. ഒന്നല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോകും നിങ്ങള്. ഇറങ്ങി പോവാനാണെങ്കിൽ പറ്റൂലല്ലേ അല്ലെ, കട്ടിലോടൊക്കെ എടുത്തോണ്ടോണ്ടി വരും. ഇങ്ങനൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനൊക്കെ പറയണം, അതും കൂടി നിങ്ങൾ പറഞ്ഞേരി. ബുദ്ധിമുട്ടിക്കാനായിട്ട് ഓരോരോ ജന്മങ്ങള്. കൊറേ കാലായി പറയണം എന്ന് വിചാരിക്കലോടങ്ങി.
അല്ലമ്മ, ആരാ ഈ സായിറ്? സായിറോ? അതാരക്കറിയില്ല. നിങ്ങക്ക് അറിയൂല? ഇക്കറിയില്ല എന്ന് പറഞ്ഞില്ല ഞാൻ എന്നോട്. എന്തിനാ ഇമ്മങ്ങൾ ഈ നോണ പറയാൻ നിക്കണത്? നിങ്ങക്ക് അറിയില്ലല്ലേ? ഞാൻ നിങ്ങളെ ചാറ്റ് ഞാൻ കണ്ടതാണ്. പിന്നെ ഇപ്പാന്റെ മുന്നിൽ ഞാൻ പറയാതിരുന്നതാണ്. സത്യം പറഞ്ഞോളി, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? എന്തായാലും ഇതൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ കൂടി പറഞ്ഞുതരാം. അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞങ്ങള് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. അവന്റെ കല്യാണം കൂടി ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഇവിടുന്ന് പോവാന്ന് വിചാരിച്ച് നിക്കുക ഞാന്. അപ്പൊ ഇപ്പനെ ആണ്ടാത്തോണ്ടല്ലേ ഞാൻ പോണത്. എന്താച്ചാ കാട്ടിക്കാണ അണക്കുവാണെന്നുണ്ടെങ്കിൽ ഇക്ക് എന്തായാലും വേണ്ട. ഞാൻ നോക്കി നോക്കി എടങ്ങറയിക്കണം. നാണുണ്ട് തള്ളങ്ങക്ക്, നാണുണ്ടോ? വയസ്സ് 40-45 വയസ്സായി, എന്നിട്ട് പ്രേമിക്കാൻ നടക്കുന്നു. കുറച്ചെങ്കിലും ഉസറും പുളിയുണ്ട് നിങ്ങക്ക്. സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോളാ വേറൊരാളായിട്ട് പ്രേമം. ഞാൻ എന്തിനാടി കാണിക്കണത്? മാപ്പിളാന്നുള്ള പേരിലേ ജീവിച്ചിരുന്നാ മാത്രം പോരാ. ജിന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. എത്രയോ ഭാര്യമാര് ഭർത്താക്കന്മാര് മരിച്ചോരിക്കണുണ്ട്. ഇത് മരിച്ചിട്ടൊന്നുമില്ലല്ലോ, ജീവനോടെ ഇല്ലേ? എടി, ഈ പെരന്റെ ഉള്ളത്തെ എല്ലാ കാര്യങ്ങളും നോക്കണേ ഞാനാണ്. എല്ലാ ചെലവും നോക്കണേ ഞാനാ. എന്റെ തന്താന്നുള്ള പേരിലേ ഒരാൾ ഉണ്ടായാൽ മാത്രം പോരാ. ഇക്ക് അങ്ങനെ ഒരാൾ വേണമെന്നില്ല. എന്ത് പറയിപ്പിക്കണ്ട നിങ്ങൾ ഈ പറയുന്നത്? ഇക്കെല്ലതും മനസ്സിലാവണുണ്ട്. ഞാനേ, നിങ്ങൾ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഒരിക്കമത്തെ സ്വഭാവമായിട്ട് വന്നിക്കണത്. ഇമ്മ, ഈ ആണുങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റൂല. നിങ്ങക്ക് പോവേ വരെ എന്താച്ചങ്ങളായിക്കോളി, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. എന്താന്നറിയോ, ഈ കല്യാണം കഴിഞ്ഞ സ്ത്രീകളെടുത്തുക്കും അതേപോലെ ഭർത്താക്കന്മാര് മരിച്ച സ്ത്രീകളെടുത്തുക്കും ഈ ഭർത്താക്കന്മാര് വെയ്യാതെ കിടക്കുന്ന സ്ത്രീകളെടുത്തുക്കൊക്കെ ഈ ആണുങ്ങൾ വരുന്നത് എന്തുകൊണ്ടാന്നറിയോ? ഓല കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. അതും കൂടി അറിയാതെ ഈ ഓരോരോ കാട്ടിക്കൂട്ടല് എന്റെ അമ്മായി പോയി. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ കൂടുതൽ ഞാൻ പറഞ്ഞിനി. എനിക്ക് ഇത്ര ഇങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ. എന്റെ പണി നോക്കടി പോയിട്ട് ജിന്റെ പിന്നാലെ നടക്കണു. അന്റെ കാര്യം എന്താ ചെയ്ത് നോക്ക്. ഇപ്പൊ പഠിക്കുകയാണല്ലോ. അന്റെ കഥ എന്താന്നുള്ളത് ആർക്കറിയാം. ഞാൻ ചിലക്കാതൊക്കെ പോയിക്കോളാം. ഞാൻ നിന്റെ കാര്യം തന്നെ നോക്കിക്കോളാം. ഇപ്പാന്റെ കാര്യം ഞാൻ നോക്കിക്കോണ്ട്. നിങ്ങളായി നിങ്ങളെ പാടായി. ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല. നിങ്ങൾ എന്താ ചെയ്തോളി. ഞാനേ ഇമ്മതിരി തെണ്ടിത്തരം കാട്ടാനല്ലേ ഞാൻ പോണത്. ഞാൻ അസലായിട്ട് പഠിക്കാൻ തന്നെ പോണത്. നിങ്ങൾ പെരയിൽ ഇരുന്നിങ്ങാണ്ട് എങ്ങനെ തെണ്ടിത്തരം കാട്ടുന്നത്? ഞാൻ എന്തായാലേ അത് ചെയ്യൂല. കാരണം ഞാനേ ജനിച്ചിരിക്കുന്നത് ആ വാപ്പാന്റെ ചോരയിലാണ്. നിങ്ങളൊക്കെ പള്ളേല് പിറന്നു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നാ നിങ്ങളൊക്കെ ഒന്ന് നന്നാവുക. പിന്നെ പഠിപ്പിക്കാൻ വന്നിക്കും. എന്തായാലും പോലൊക്കെ അറിഞ്ഞ് ശ്രദ്ധിക്കുന്ന പോയിക്ക് വിളിച്ച് പറയന്നെ വേണം. ഇവിടെ ഇങ്ങനെ അങ്ങനെയൊക്കെയാണെന്നുള്ളത്. അല്ലാതെ ശരിയാവൂല. ഹലോ. ഹലോ, പറ. ഇവിടെ ആകെ പ്രശ്നാണ്. ഈ എന്നെ എത്രയും പെട്ടെന്ന് വന്ന് കൊണ്ടുപോവ്. എന്ത് പ്രശ്നം? എന്റെ മകള് നമ്മള് ചാറ്റ് ചെയ്തതൊക്കെ കണ്ടിക്കണ്. ഈ മെസ്സേജ് അയച്ചതൊക്കെ കണ്ടൊക്കെ വായിച്ചിട്ട് എന്നോട് ചോദിച്ചു ആരാണ് ഈ സായിറ്. അപ്പൊക്ക് പറയേണ്ടി വന്നിക്കണ എന്റെ പേര്. വരുമ്പോ എന്റെ മകളെയും കൊടുന്നോളുണ്ട്. മകളോ? എന്തിനാ? ഈ എന്താ വിചാരിച്ചത്? ഞാൻ എന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് അനക്ക് വിളിക്കണത് എന്നോ? പൈസ തരുന്നതൊക്കെ അതുകൊണ്ടാണ് എന്നാണ് എന്റെ വിചാരം. എന്നാലേ അനക്ക് തെറ്റി. എന്റെ മകളെ കണ്ടിട്ട് തന്നെയാണ്. ഞാൻ ഉറപ്പായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്ത് നോക്കിക്കോ. എന്റെ ജീവിതം ജില്ലാതാക്കിയേ. പിന്നെ അതിന് അനക്ക് ധൈര്യം ഉണ്ടാവൂല. കാരണം എന്താന്നറിയോ, എന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എന്റെ കയ്യിലുണ്ട്. എടാ, ഈ എന്ത് ഇങ്ങനൊക്കെ പറയണത്? ഞാൻ അന്നെ വിശ്വസിച്ചിട്ടല്ലേ ഇത്രയും ദിവസം അവനക്ക് മെസ്സേജ് അയച്ചതും
വീഡിയോ കോൾ ചെയ്തതൊക്കെ? അന്നൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലേ ഇന്റെ അതോ ഗതിയാണ്. ഈ ഇപ്പൊ ഇക്ക് വേണ്ടിട്ട് എന്റെ മാപ്പിളിനെ ഒഴിവാക്കണില്ലേ, ഈ അതേപോലെ അങ്ങനെയാണ് എന്നെ കണ്ടിക്കണേ? അതേലോ, അങ്ങനെ തന്നെയാണ് കണ്ടിക്കണത്. ഈ എന്താ വിചാരിച്ച് അന്നോടുള്ള ഇഷ്ടം കൊണ്ടോ? ഈ പ്രായമായ അന്നൊക്കെ ആർക്കും വാങ്ങടി, വെച്ച് പോടി ഫോണ്, പോയി തൂങ്ങി ചാവല്ലെങ്കിൽ. ഹലോ ഹലോ, ചോലെ എന്റെ കുട്ടി പറഞ്ഞത് ശരിയാണല്ലോ. ഞാൻ എന്തോ അറിയില്ല, എന്റെ ജീവിതമാണ് ഇല്ലാതായത്. എത്ര വയ്യാതായാലും മോലെന്നെയാണ് ഇത്രയും കാലം നോക്കിയെന്നുള്ള ബോധമൊന്നും എനിക്കില്ലാതെ വയ്യ. കുറച്ചു എന്തിനും കാട്ട്. നമ്പറും വേണ്ട, ഒന്നും വേണ്ട, ഒക്കെ ഡിലീറ്റ് ആക്കന്നെ നല്ലത്. എന്റെ കുട്ടി ഇന്ത്യക്കും തന്നെ ഉണ്ടാവുള്ളൂ. ഒന്നും വേണ്ടക്ക്. ഇക്ക, അയ്യോ, എന്താ പതിവില്ലാതൊരു ഇരുത്തം? എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടി. ഇപ്പോഴൊക്കെ എന്റെ കണ്ണൊന്നും തുറന്നത്. ഇക്കല്ലേതും അറിയായിരുന്നു, ഞാൻ കണ്ടില്ലാന്ന് വെക്കായിരുന്നു. പിന്നെ ഞാനും ചിന്തിച്ചു അണക്കും ഇല്ലൊരു ജീവിതം എന്നൊക്കെ. ഞാനൊന്ന് വീണ് കിടന്നപ്പോ ആണ് എനിക്ക് മനസ്സിലായത് അണക്ക് ഞാൻ എത്രത്തോളം അധികപ്പറ്റാണ് എന്നുള്ളത്. ഈ എന്നോട് ക്ഷമിക്ക്, ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഇങ്ങനൊക്കെ. ഞാനാണ് ഇക്ക ക്ഷമ ചോദിക്കണ്ടത്. നമ്മളെ മോളെന്റെ കണ്ണൊന്ന് തുറപ്പിച്ച്, അല്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതം തന്നെ ഇല്ലാതാവുമായിരുന്നു. ഇങ്ങളും നമ്മളെ മോള് മാത്രം മതി, വേറൊരു ജീവിതം നമുക്ക് വേണ്ട. എന്നോട് ക്ഷമിക്കണം. മോളെ, ഉമ്മയോട് ക്ഷമിക്ക്. ഉമ്മ അങ്ങനൊന്നും ആവൂല, സത്യായിട്ടും. സാരില്ല അമ്മ, ഒരു തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരൊന്നും ഉണ്ടാവില്ലല്ലോ. സാരില്ല, ഉമ്മ അത് തിരുത്തിയല്ലോ, അത് മതി.